നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കൈമുട്ട് വേദനയ്ക്ക് ശസ്ത്രക്രിയ, കിട്ടിയത് പട്ടിയുടെ പല്ല്. വിട്ടുമാറാത്ത കൈമുട്ട് വേദന അലട്ടിയിരുന്ന 36-കാരന് ശസ്ത്രക്രിയ നടത്തിയപ്പോൾ കിട്ടിയത് പട്ടിയുടെ പല്ല്. 25 വർഷമായി പല്ല് കൈമുട്ടിലുണ്ടായിരുന്നു. 11ാം വയസ്സിൽ വൈശാഖിനെ പട്ടി കടിക്കുകയും അന്ന് പ്രാഥമിക ചികിത്സ നടത്തുകയും ചെയ്തു. മുറിവുണങ്ങിയതിനാൽ തുടർ ചികിത്സ ചെയ്തിരുന്നില്ല. മുട്ടിന്റെ ഭാഗത്ത് തൊലിക്കടിയിൽ ചെറിയ മുഴയായതോടെ പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും പ്രശ്നം കണ്ടെത്തിയില്ല. ഒടുവിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ മുഴ മാറ്റുന്നതിനിടയിലാണ് ഡോക്ടറെ ഞെട്ടിച്ച് പല്ലിന്റെ ഭാഗം തെളിഞ്ഞു വന്നത്. അപ്പോഴാണ് 25 വർഷം മുൻപ് പട്ടി കടിച്ച കാര്യം വൈശാഖ് പറഞ്ഞത്. പ്രധാന ഞരമ്പുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പല്ലിന്റെ ഭാഗം കണ്ടെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൈശാഖ് ആശുപത്രി വിടുകയും ചെയ്തു. നിരക്ക് വർദ്ധിപ്പിച്ച് സിറ്റി സർക്കുലർ. നഗരത്തിൽ ഓടുന്ന സിറ്റി സർക്കുലർ ഈ ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തി. 5 രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മിനിമം നിരക്കായ 10 രൂപയിൽ ഒരു ട്രിപ്പ് മുഴുവൻ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. 10 രൂപയ്ക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വിധമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള 10 കിലോമീറ്ററിന് 5 രൂപ കൂടി ചേർത്ത് 15 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുള്ള നിരക്ക് വർധന പരാതികൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ബസ്സിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടാവാനും ഇത് കാരണമാകുന്നു. 6 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ രണ്ടാനമ്മ കസ്റ്റഡിയിൽ. കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകൾ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അജാസ് ഖാൻ, രണ്ടാനമ്മ അനീഷ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കിടന്ന കുട്ടിക്ക് അനക്കമില്ലെന്നറിയിച്ച് അജാസ് ഖാൻ അയൽവാസികളെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കുട്ടി കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ രണ്ടാനമ്മയെ കസ്റ്റഡിയിലെടുത്തു. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. കുട്ടിയുടെ പിതാവിന് കൃത്യത്തെക്കുറിച്ച് അറിവില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രിയുടെ പരസ്യത്തിന് ഡോക്ടർമാർ വേണ്ട. ഡോക്ടർമാരുടെ ചിത്രവും യോഗ്യതയും വെച്ച് സ്വകാര്യ ആശുപത്രികൾ പരസ്യം നൽകുന്നതിനെതിരെ വീണ്ടും സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ രംഗത്ത്. അഖിലേന്ത്യാ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇക്കാര്യം വീണ്ടും ഡോക്ടർമാരെയും ആശുപത്രി മാനേജ്മെന്റുകളെയും അറിയിക്കാൻ തീരുമാനിച്ചത്. 2022 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ചട്ടം ലംഘിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഡോക്ടർമാർക്കെതിരെ സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം. പുത്തനാകാൻ ഒരുങ്ങി ശംഖുമുഖം ബീച്ച്. പുതുവർഷത്തിൽ പുതുമോടിയോടെ പുത്തനാകാൻ ഒരുങ്ങുകയാണ് ശംഖുമുഖം ബീച്ച്. ഇതോടെ മാനവീയം വീഥി കഴിഞ്ഞാൽ നഗരത്തിലെ 2ാമത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായി ശംഖുമുഖം മാറും. ഇപ്പോഴും ബീച്ചിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണുള്ളത്. കടലേറ്റം കുറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സ്ഥലം ബീച്ചിനായി ഉണ്ടാകും. നവീകരിച്ച ശംഖുമുഖം ബീച്ച് ജനുവരിയിൽ തന്നെ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഫുഡ് സ്ട്രീറ്റ് ആണ് ഇതിലെ പ്രധാന ആകർഷണം. ഇത് ആരംഭിക്കുന്നതിലൂടെ 40 വഴിയോര കച്ചവടക്കാർക്ക് പുനരധിവാസം ലഭിക്കുന്നു. നഗരസഭയും സ്മാർട്ട് സിറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി കച്ചവടക്കാരുടെ സംയുക്ത യോഗം ചേരാനും തീരുമാനമായി. ബാങ്കിനു മുന്നിൽ ജീവനൊടുക്കി യുവാവ്. കട്ടപ്പനയിലെ സഹകരണ ബാങ്കിന് മുന്നിലാണ് നിക്ഷേപകൻ ജീവനൊടുക്കിയത്. പള്ളിക്കവല വെറൈറ്റി ലേഡീസ് സെന്റർ ഉടമ സാബുവിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ തൂങ്ങിമരിച്ച നിലയിലാണ് സാബുവിനെ കണ്ടെത്തിയത്. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് സാബു കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ തുക തിരികെ ലഭിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നായിരിക്കും ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ബാങ്കിലെത്തിയത് ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം തേടിയായിരുന്നു. എന്നാൽ ജീവനക്കാർ തന്നെ അസഭ്യം പറഞ്ഞെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ബാങ്ക് ജീവനക്കാർക്കും സെക്രട്ടറിക്കും എതിരെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് IAS. ഇതാദ്യമായിട്ടാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന അസാധാരണ നീക്കം. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക്, K ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അനിശ്ചിതകാലത്തേക്ക് ലോക്സഭ പിരിഞ്ഞു. ലോക്സഭ കൂടിയയുടൻ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് സഭ പിരിഞ്ഞത്.
39 അംഗസമിതിയാണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് കോംപ്ലക്സിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് ബിജെപിയും പ്രതിഷേധം നടത്തി. തുടർന്ന് ലോക്സഭാ സമ്മേളനം തുടങ്ങിയതോടെ അമിത്ഷാക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തി. JPC അന്വേഷണത്തിനുള്ള പ്രമേയം പാസാക്കിയതിന് പിന്നാലെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ അറിയിക്കുകയായിരുന്നു. ജീവനാംശം നൽകാൻ നാണയത്തൊട്ടുകളുമായി യുവാവ് കോടതിയിലെത്തി. ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാൻ യുവാവ് കുടുംബ കോടതിയിലെത്തിയത് 80,000 രൂപയുടെ നാണയത്തൊട്ടുകളുമായി 2 രൂപയുടെയും 1 രൂപയുടെയും കോയിനുകൾ അടങ്ങിയ കവറുകളുമായാണ് 37കാരൻ കോടതിയിലെത്തിയത്. കോയമ്പത്തൂരിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ വർഷമാണ് ഇയാളുടെ ഭാര്യ വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള ഹർജി നൽകിയത്. ഹർജി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി 2 ലക്ഷം രൂപ ജീവനാംശം നൽകാനായിരുന്നു കോടതി ഉത്തരവ്. തുടർന്ന് 2 രൂപ 1 രൂപ നാണയങ്ങൾ അടങ്ങിയ 20 കവറുകളുമായി ഇയാൾ കോടതിയിലെത്തി. നാണയങ്ങൾ സമർപ്പിച്ചപ്പോൾ നോട്ടുകളായി കൈമാറാൻ കോടതി ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. 7 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ പണം സ്വീകരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിൽ. 2024 $129 ബില്യൺ ഇന്ത്യയിലേക്ക് വന്നത്. ഏകദേശം 10,96,500 കോടി രൂപ. മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത്. വികസിത രാജ്യങ്ങളിലെ തൊഴിൽ വിപണി സജീവമായതാണ് ഇന്ത്യക്ക് നേട്ടമായത്. 2023 1.2% താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തെ പണമയക്കലിന്റെ വളർച്ച നിരക്ക് 5.8%. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കലും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും തമ്മിലുള്ള അന്തരം ഇനിയും വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. MD വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ. എഴുത്തുകാരൻ MD വാസുദേവൻ നായർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഹൃദയസ്തംഭനം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നത്താൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഈ മാസം 15-നാണ് MDയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓക്സിജന്റെ അളവ് കുറവായതിനാൽ വെന്റിലേറ്റർ സഹായം ആവശ്യമായി വരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് 1 ലക്ഷം രൂപയുടെ പുരസ്കാരം. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കഴിഞ്ഞ 2 വർഷമായി പുരസ്കാരം നൽകുന്നത്. ജനുവരി 7-ന് പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാർ. ഇടുക്കി കുമളിയിൽ 11 വർഷങ്ങൾക്ക് മുൻപ് 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാർ. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അലീഷ എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. തൊടുപുഴ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കൊടും ക്രൂരതകൾക്കിരയായ 5 വയസ്സുകാരൻ ഷെഫീഖിനെ 2013 ജൂലൈ 15-നാണ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചത്. പട്ടിണി കിടന്ന് എല്ലും തോലുമായ രീതിയിലായിരുന്നു ശരീരം. ഓടിക്കളിച്ചപ്പോൾ വീണ് പരിക്കേറ്റെന്നാണ് പിതാവ് ഷെരീഫ് ഡോക്ടറോട് പറഞ്ഞത്. ഷെഫീഖിന് മർദ്ദനമേറ്റെന്ന് ഒറ്റ നോട്ടത്തിൽ ഡോക്ടർക്ക് മനസ്സിലായതോടെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം പുറം ലോകം അറിഞ്ഞത്. തലച്ചോറിന്റെ പ്രവർത്തനം 75% നിലച്ചതും തുടർച്ചയായി ഉണ്ടായ അപസ്മാരവും മൂലം ഷെഫീഖിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയില്ലെന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ വർഷങ്ങൾ നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയ ഷെഫീഖിന്റെ തലച്ചോറിലെ പരിക്ക് മാനസിക വളർച്ചയെ ബാധിച്ചു. തുടർന്ന് ഷെഫീഖിനെയും സർക്കാർ നിയമിച്ച ആയ രാഗിണിയെയും 2014 തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ.
രക്തധമനികളുടെ ഭിത്തികളിൽ രക്തം ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഹൃദയസ്തംഭനം ഉൾപ്പെടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന നിരവധി സങ്കീർണതകളിലേക്ക് നയിക്കാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. അത്തരത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ: ഇലക്കറികൾ, ബെറി പഴങ്ങൾ, നേന്ത്രപ്പഴങ്ങൾ, വെളുത്തുള്ളി, ബീറ്റ്റൂട്ട്, മാതളം, തൈര്, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.